ആരാ മനക്കലേക്ക് വന്നോളൂ. മമ്മൂട്ടി കളിക്കാണ്ട് അവർ അകത്തേക്ക് വിടടാ. കുടിക്കാൻ പറ. ഇരിക്കൂ. സ്വാമി, ഞാൻ ഇവന്റെ കാര്യം ഒന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇവനെന്താ ഭ്രാന്താണോ? എവിടെ പോയ ആളുകളെ കൊണ്ട് അതും ഇതൊക്കെ പറയിപ്പിക്കും. ഇവനെ പ്രസവിക്കണ്ടെന്ന് എഴുതി പോന്നു അല്ലേ? അമ്മേ, ഇതെന്നെ നാണം കെടുത്താൻ കൊണ്ടുവന്ന പോലെ ആയല്ലോ. പഴയതുപോലെയല്ല, നിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. ഇനി ഈ പൊട്ടത്തരമൊക്കെ ആയിട്ട് നടന്നാൽ ശരിയാവൂല. അതിനൊന്ന് വിവരം അറിയാൻ വേണ്ടിട്ട് കൊണ്ടുവന്നാ ഞാന്. പേടിക്കണ്ട, ആള് പൊട്ടനാണെങ്കിലും നല്ല ഭാവിയുണ്ട്. ഒരു മുതലെട്ടാൽ മതി, എല്ലാം ശരിയാകും. എന്ത് വേണേലും ചെയ്യാൻ സ്വാമി, ഇവരൊന്ന് നന്നായി കണ്ടാ മതി. ഇതിനൊരു പരിഹാരമുണ്ട്. 101 ദിവസം ബ്രഹ്മചാരിയായി ജീവിക്കണം. ലൗകിക സുഖങ്ങളും മത്സ്യമാംസാദികൾ ഒഴിവാക്കി പൂർണ്ണ ബ്രഹ്മചാരിയായി ജീവിക്കണം. ഇതൊരുമാതിരി കോപ്പിലെ പണിയായി പോയി. അസ്ഥിപ്പഴം പൂക്കുമ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഈ വ്രതം കൃത്യമായിട്ട് എടുത്താലേ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഉയരത്തിൽ താങ്കൾക്ക് എത്തിപ്പെടാൻ കഴിയും. അല്ലേ സ്വാമി? അത് ഞാൻ എടുപ്പിച്ചോളാം സ്വാമി. എന്നാ പിന്നെ എല്ലാം മനസ്സിലായില്ലേ? ദക്ഷിണ കൊടുത്ത് മടങ്ങിക്കോളൂ. എന്താ വിളിച്ച് അരുണിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനും മന്ത്രവാദികളുടെ കയറിറങ്ങി നടക്കുന്നത്? എനിക്ക് ഒരു കുഞ്ഞിക്കാല് കാണണം. ഈ വയസ്സാം കാലത്ത് വലിയ ആഗ്രഹമുള്ള രമണിച്ചേ. എന്താ പറ? ഇനി അതും കൂടി എന്റെ തലയിൽ വെച്ചേക്ക്. സുരേന്ദ്ര, നീ ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ മറുപടി പറയുന്നില്ല. എന്റെ കുഞ്ഞിക്കാല് കാണാനല്ല, ഇവന്റെ കുഞ്ഞിക്കാല് കാണാനാ. നടന്നു തന്നെ ഇമ്മാതിരി വ്രതമൊക്കെ എടുത്തിട്ട്. അത് നമ്മൾ അനീഫല്ലേ വരുന്നത്? എന്താ അനീഫ അവിടെ? ഇതാണ് ജമ്പണി തുമ്പനോ? എന്താ പല കഥ? നമസ്കാരം. അനീഫല്ലേ ഇവിടെ? ഞാനിവിടെ കുടിച്ചൊരു പഴിവത്തായി. സ്വാമിമാരെ കണ്ടിട്ടേ എന്റെ കുടിയിൽ നിന്ന് നിർത്തുന്ന ആഗ്രഹമുണ്ട്. ആ രമേശന്റെ കുറച്ച് കാരണം കൊണ്ട് എന്റെ പൈസയും പോയി, എന്റെ കുടിയും പോയി, എന്റെ കടവരെ പോയി. അനീഫേ, വൈകിയാണെങ്കിൽ ഇതിന് തീരുമാനം നല്ലതാണ്. കുടി നിർത്താന്നുള്ളത്. പിന്നെ കുടി നിർത്തണ സ്വാമിനെ കണ്ട സ്വാമി എല്ലാം ഏർപ്പാടും ചെയ്തു. പിന്നെ രമേശനായിട്ടുള്ള പ്രശ്നം അത് നമുക്ക് പറഞ്ഞു തീർക്കാന്നേ. ശരിയാണോ? ശരിയാണ് അനീഫ, ഇത് സ്ഥലം വേറെയാ. ഇത് നിന്റെ ഉറുക്കുന്നൂലും കളിയല്ല. ഇവിടുത്തെ സ്വാമി എന്ന് പറയുന്നത് ചുട്ട കോയിനെ പറപ്പിക്കും. ഓഹോ, ചുട്ട കോഴിയാണോ? അതിന് പറപ്പിക്കണ്ട, അത് ഞാൻ കഴിച്ചോളാം. എക്സൻസ് ആയിട്ട്. എന്ത് ചെയ്യും? മെമ്പറേ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്ക്. ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കുക. പിന്നെ കാണാം നല്ല കേട്ടോ. ആയിക്കോട്ടെ, ശരി സ്വാമി, കാണാം.
എന്താ ഗിരിയെ നിന്റെ സന്യാസൊക്കെ അവസാനിപ്പിച്ചോ? അതൊന്നും ശരിയാവുന്നില്ല. എങ്ങനെ ശരിയാവാനാ? ഇവന്റെ കൂടെ നടത്തും, പിന്നെ എങ്ങനെ ശരിയാവും? അതെ മെമ്പറെ, നിങ്ങൾ രമണി ചേച്ചിക്ക് ചെയ്തു കൊടുത്ത സഹായമൊന്നും ഞാൻ ആർക്കും ചെയ്തു കൊടുത്തു, മനസ്സിലായില്ലേ? പ്രശ്നങ്ങളൊക്കെ പിടിയുന്നത് നിങ്ങളിപ്പോ എന്താ ഇവിടെ? അതെ, വായാടി മുക്കുരി കാല് കുത്തി അന്ന് തുടങ്ങിയതാണ് കീരിക്ക് പ്രശ്നം. ഓ, അപ്പൊ തിരുമേനിനെ കണ്ടിട്ട് എന്താ കാര്യം ഒന്നും അറിയാൻ. ഇവിടെ വന്ന ഒന്ന് എഴുന്നേറ്റ് വെക്കാൻ കഴിയുന്നില്ല. ഒരു സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് വരുമ്പോ അടുത്ത സ്ഥലത്ത് വീഴാൻ പോവുക. ഇതെന്നെ പരിപാടി. എന്താ ഇതിനൊരു പരിഹാരം വേണ്ടേ? അതിനായിരിക്കും ഇവിടെ വന്നത്. അതെ അതെ, തിരുമേനിനെ കണ്ടോ, എല്ലാം ശരിയാവും. ആയിക്കോട്ടെ. അവിടെ നിൽക്കട്ടെ ഞങ്ങളെ കാര്യം. നിങ്ങളെന്താ അവിടെ? ഞാനിവിടെ വന്നതേ സുരേന്ദ്രനും മെമ്പറും കൂടി ഇന്നലെ ഇവിടെ സ്വാമീനെ കാണാൻ വന്നു. അപ്പൊ ഈ വായാടി മുക്കിലെ പ്രശ്നങ്ങൾ അന്വേഷിച്ചാണ് ഇവരിവിടെ വന്നതേ. അപ്പൊ അവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നെങ്കിൽ ഞാൻ വരണമെന്ന് സ്വാമി പറഞ്ഞു വിട്ടു. അങ്ങനെ വന്നതാ. ഇത് കീരിവാസു വലിയ ഗുണ്ടയായിരുന്നു. വായാടിമുക്കിൽ വന്നതിന് ശേഷം വിഴൽ തന്നെ വിഴലി, വിഴല് വിഴലി. എന്താ പരിഹാരം? സ്വാമി, ഒരു പരിധി വരെ ഇയാൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണിത്. അത് തന്നെയാണ് കാര്യം. സ്വാമി, ഇതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാം. ചെയ്ത തെറ്റുകൾ ഓർത്തെടുത്ത് വായാടി മുക്കിലെ ക്ഷേത്രത്തിൽ 101 തവണ ശൈലപ്രദക്ഷിണം, പിന്നെ മുരുകന്റെ ക്ഷേത്രത്തിൽ ശൂലം കുത്തി ഒരു കാവടിയാട്ടവും. ഇല്ലേ സ്വാമി? വായാടി മുക്കിൽ എന്തൊക്കെയോ അനിഷ്ട സംഭവം നടക്കുന്നു. ഇതും പറഞ്ഞ് കഴിഞ്ഞ ദിവസം സുരേന്ദ്രനും മെമ്പറും ഇവിടെ വന്ന് കണ്ടിരുന്നു. ഇന്ന് അവരോട് ക്ഷേത്രത്തിലെ തന്ത്രിയെ ആ വൈദ്യനെ കൂട്ടി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സ്വാമി, പുറത്ത് അവരുണ്ട്, അവരെ കൂടെ ഒന്ന് വിളിക്കാം, എന്നിട്ട് പറയാം നമുക്ക് കാര്യങ്ങൾ. സ്വാമി, അവര് വന്നിട്ടുണ്ട് കേട്ടോ. മെമ്പറെ, വൈദ്യരെ, വരിക വരിക വരിക. നമസ്കാരം സ്വാമി. കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് പറയാം. വാസുവിന്റെ പ്രശ്നവും വായാടി മുക്കിലെ പ്രശ്നവും ഞങ്ങൾ ഇന്നലെ പ്രശ്നം വെച്ച് നോക്കി. പ്രശ്നത്തിൽ കാണുന്നത് എല്ലാം ഒന്ന് തന്നെയാ. വായാടി മുക്കിൽ ഒരു ആത്മാവ് ഗതി കെട്ടാതെ അലയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് പ്രശ്നത്തിന് കാരണം, അല്ലേ സ്വാമി? അപ്പോൾ സ്വാമി, അതിനെന്താണ് പരിഹാരം? അത് പറയാൻ വേണ്ടിട്ടാ തിരുമേനിനെ വിളിപ്പിച്ചത്, അല്ലേ സ്വാമി? ദേശദേവന്റെ മുന്നിൽ എല്ലാരും കൂടി കൂട്ട പ്രാർത്ഥന നടത്തുക. വേണം വേണം, ദേവന്റെ മുമ്പിൽ ഒരു പരിഹാരം ആവട്ടെ. അതെന്തായാലും വേഗം ചെയ്യണം സ്വാമി. ആത്മാവിനെ തളയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം, നല്ല കാര്യം. തന്ത്രോട് എത്രയും പെട്ടെന്ന് ഈ വായാടി മുക്കിലേക്ക് എത്താൻ പറയാം. അടുത്ത ആഴ്ച തന്ത്രി അവിടെ പൂജകളൊക്കെ നടക്കും. 3-ന്റെ അന്ന് ഞാനും അവിടെ എത്തും. അപ്പൊ കീരിവാസുവിന്റെ കാര്യം? അടുത്ത ആഴ്ച കീരി വീടിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. എന്നാൽ സ്വാമി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങൾ ഇറങ്ങാം സ്വാമി.